ബി.ജെ.പിക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ആസൂത്രിതമായി നീക്കി. ഇരു മുന്നണികളും വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയാണ്. ഇരട്ട വോട്ടുകൾക്ക് പിന്നിൽ CPM ആണെന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇരട്ട വോട്ടുള്ളവരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി.ജെ.പിക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ആസൂത്രിതമായി നീക്കി. ഇരു മുന്നണികളും വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയാണ്. 1,68,000 കള്ളവോട്ടുകൾ സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കളക്ടറുടെ നിഷേധാത്മക നിലപാടാണെന്നും ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഒരു വർഷമായി പാലക്കാടാണ് താമസിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും വോട്ട് ഒഴിവാക്കിയാൽ അപേക്ഷ നൽകിയിരുന്നു. ഇടത് സ്ഥാനാർത്ഥി P. സരിൻ എങ്ങനെയാണ് പാലക്കാട്ടേക്ക് വോട്ട് മാറ്റിയതെന്ന് പരിശോധിക്കണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. സരിന്റെ വോട്ട് വാടക വീടിന്റെ മേൽവിലാസത്തിലാണെന്നും ആ വീട്ടിൽ താമസിക്കുന്നത് വേറെ ആളുകളാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന പരാതിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം പരിശോധനയും തുടങ്ങിയിരുന്നു. ഇരട്ട വോട്ട് കണ്ടെത്തിയെന്ന് ഏജന്റുമാരും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് അന്വേഷണം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും അടിയന്തര യോഗം കളക്ടർ വിളിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരണത്തിന് കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരിശോധിക്കേണ്ടതിനാൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വരണാധികാരി DRO S. ശ്രീജിത്ത് പറഞ്ഞു. അതേസമയം 85-ന് മുകളിൽ പ്രായമുള്ള 745 പേരും ഭിന്നശേഷിക്കാരായ 134 പേരുമാണ് ഹോം വോട്ടിങ്ങിനായി അപേക്ഷിച്ചത്. ഇതിൽ 85-ന് മുകളിലുള്ള 721 പേരും ഭിന്നശേഷിക്കാരായ 131 പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരണാധികാരിയും RDOയുമായ S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ഹോം വോട്ടിംഗ് നടന്നത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, പോലീസ് ഉദ്യോഗസ്ഥർ, വീഡിയോഗ്രാഫർ, അതാത് സ്ഥലത്തെ BLO, റവന്യൂ ഉദ്യോഗസ്ഥർ, ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്നിവർ തുടങ്ങിയവർ 12 ടീമുകൾ തിരിഞ്ഞാണ് വോട്ടിംഗ് പൂർത്തിയാക്കിയത്. മുൻകൂട്ടി അറിയിച്ച് വീടുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥ സംഘം വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഭിന്നശേഷിക്കാരിൽ 40% മുകളിൽ വൈകല്യമുള്ളവർക്ക് ഹോം വോട്ടിംഗിന് അനുമതി നൽകിയിരുന്നത്. അതേസമയം സംസ്ഥാനത്തെ 11 ജില്ലകളിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന് നടക്കും. ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ്, 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ്, 3 നഗരസഭാ വാർഡ്, 23 പഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വിജ്ഞാപനം വെള്ളിയാഴ്ചയാണ് ഇറങ്ങുന്നത്. 22 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. സൂക്ഷ്മ പരിശോധന 23-ന് വരെയാണ്. 25 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ ഡിസംബർ 11-നാണ്. വോട്ടെടുപ്പിനായി 192 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിക്കുകയും ചെയ്തു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. നഗരസഭകളിൽ അതാത് വാർഡുകളിലും പഞ്ചായത്തുകളിൽ മുഴുവനും പ്രദേശത്തും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.